മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് മോഹൻലാൽ. സെൻട്രൽ ടാക്സ്, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന GST ദിനാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥി മോഹൻലാലായിരുന്നു. GST രാജ്യത്ത് നടപ്പാക്കി 8 വർഷം പൂർത്തിയാവുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ മടങ്ങാനായി കാറിൽ കയറാൻ നിൽക്കുന്ന മോഹൻലാലിന്റെ കണ്ണിൽ മൈക്ക് കൊണ്ട് കുത്തി മാധ്യമപ്രവർത്തകൻ കുത്തിയതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. നടൻ പുറത്തേക്കിറങ്ങി വന്നതോടെ മാധ്യമങ്ങൾ താരത്തിന്റെ ബൈറ്റ് എടുക്കാനായി ചുറ്റും തടിച്ചുകൂടി. മാധ്യമപ്രവർത്തകർ ചോദിച്ച വിഷയത്തെക്കുറിച്ച് അറിയാനിട്ടില്ലാത്തതിനാൽ ഞാൻ അറിഞ്ഞിട്ട് പ്രതികരിക്കാമെന്ന് നടൻ മറുപടി നൽകി. എന്നാൽ നടനെ വിടാതെ മാധ്യമപ്രവർത്തകർ ചുറ്റും വളഞ്ഞു. അതിനിടയിൽ ബൈറ്റിനായി മാധ്യമപ്രവർത്തകരിൽ ഒരാൾ നടന്റെ മുഖത്തേക്ക് നീട്ടി പിടിച്ച മൈക്ക് കണ്ണിൽ തട്ടി. ശേഷം പോലീസുകാർ ഇടപെട്ട് മാധ്യമപ്രവർത്തകരെ നിയന്ത്രിച്ചിട്ടാണ് താരത്തിന് കാറിൽ കയറാൻ കഴിഞ്ഞത്. മൈക്ക് തട്ടി കണ്ണിന് വേദന അനുഭവപ്പെട്ടതോടെ അല്പനേരം മോഹൻലാൽ സ്തബ്ധനായി. വേദന അനുഭവപ്പെട്ടിട്ടും രോഷാകുലനാകാതെ പതിവ് സ്റ്റൈലിൽ എന്താ മോനെ, കണ്ണിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ച് കാറിൽ കയറുകയാണ് ചെയ്തത്. വാഹനത്തിന്റെ ഡോർ അടയ്ക്കും മുമ്പ് മോനെ നിന്നെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് തമാശയായി നടൻ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് നടന്റെ ക്ഷമയെ പ്രശംസിച്ച് എത്തുന്നത്. മറ്റേതൊരു സെലിബ്രിറ്റി ആയിരുന്നുവെങ്കിലും രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടാവുമായിരുന്നുവെന്നും കമന്റുകളുണ്ട്. സെലിബ്രിറ്റിയാണെങ്കിൽ കൂടിയും അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ പെരുമാറ്റത്തെ വിമർശിച്ചും കമന്റുകളുണ്ട്. മോഹൻലാൽ ഒരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പലതും കാണും എന്നു കരുതി ചോദിച്ച വിഷയം ഞാൻ അറിഞ്ഞില്ല, അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടും പോലീസിന്റെ വലയത്തിന് മുകളിലൂടെ ചാടി അങ്ങേരുടെ കണ്ണിൽ മൈക്ക് കൊണ്ട് കുത്തിയത് എന്തൊരു മര്യാദക്കേടാണ്. ലാലേട്ടൻ ആയതുകൊണ്ട് തിരിഞ്ഞു നിന്ന് ഒരു മോശം വാക്കുപോലും പറയാതെ എന്താ മോനെ ഈ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് പോയി. കണ്ണിലാണ് കുത്തുകൊണ്ടത്. അങ്ങേർക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ടെന്ന് ആ റിയാക്ഷനിൽ അറിയാം. കണ്ണിന് പരിക്ക് പറ്റിക്കാണൊന്നും സാധ്യതയുണ്ട്. അദ്ദേഹം പാവം മനുഷ്യനായതുകൊണ്ടല്ലേ ഇത്തരം പ്രവർത്തികൾ മാധ്യമങ്ങൾ കാണിക്കുന്നത്. ഇതേ സമയം തിരിഞ്ഞ രോക്ഷത്തോടെ പ്രതികരിക്കുന്ന ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടാകുമായിരുന്നു. പുള്ളി ആയതുകൊണ്ട് നിലവിട്ട് പെരുമാറിയില്ല. കഷ്ടമായി പോയി. ലാലേട്ടന്റെ ക്ഷമയുടെ ലെവൽ മനസ്സിലാക്കുന്നു. ലാലേട്ടനായത് ഭാഗ്യം. അമിതാഭ് ബച്ചനോ തെലുങ്ക് നടൻ ബാലയ്യോ ഒക്കെ ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്നിങ്ങനെയാണ് പ്രതികരണങ്ങൾ. എല്ലാ വിഷയങ്ങളിലും സമചിത്തയോടെ പെരുമാറുകയും മാധ്യമങ്ങളെ അവഗണിക്കാതെ മറുപടി നൽകാനും ശ്രമിക്കുന്ന ചുരുക്കം ചില മലയാള നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. രോഷം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കാനോ മോഹൻലാൽ താല്പര്യപ്പെടാറില്ല. മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ മോഹൻലാലിനോളം പരിഹാസം ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു നടനില്ല. എന്നാൽ ഒരിക്കൽ പോലും അതിന്റെ നീരസം ഒരിക്കൽ പോലും നടൻ പ്രേക്ഷകരോട് പ്രകടിപ്പിച്ചിട്ടുമില്ല. മോഹൻലാൽ ആയിരിക്കുക എളുപ്പമൊന്നും അല്ലെന്നും ആളുകൾ വീഡിയോക്ക് താഴെ കുറിക്കുന്നുണ്ട്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലെത്തിയ തുടരുമാണ് അവസാനം റിലീസ് ചെയ്ത മോഹൻലാൽ സിനിമ.